നമ്മുടെ ലാലേട്ടന്റെ മകള് വിസ്മയ മോഹൻലാൽ തുടക്കം എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ പോകുന്നു. ഇടിക്കാരിയാണ് നമ്മുടെ ലാലേട്ടന്റെ മകൾ. ഇടിക്കാരിയാ. ആയോധന വിദ്യയിലൊക്കെ ഇത്തിരി അഗ്രഗണ്യാണെന്നാ കേട്ടത്. പഠിച്ചിട്ടുണ്ട്, കരാട്ടെ പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ തായ് ആയോധന കല പഠിച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ കിക്ക് ബോക്സിങ് പഠിച്ചിട്ടുണ്ട്, ചാടി ഇടിക്കാനൊക്കെ. കേമത്തിയ അങ്ങനെയുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ തുടക്കം എന്ന ചിത്രത്തിൽ ജൂഡ് ആന്റണി ജോസഫ് ഒരുക്കുന്ന തുടക്കം എന്ന ചിത്രത്തിൽ വിസ്മയ മോഹൻലാൽ നായികയെ അവതരിപ്പിക്കുന്നു, നായികയായിട്ട് മാറുന്നു, നായികയായിട്ട് അരങ്ങേറ്റം കുറിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ജൂഡ് ആന്റണി ജോസഫ് എന്ന ആ മനുഷ്യന്റെ ചിത്രങ്ങളുടെ പ്രാധാന്യം, അല്ലെങ്കിൽ ചിത്രങ്ങൾ നായികക്കാണോ നായകനാണോ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നായികക്ക് തന്നെയാണ്. അദ്ദേഹം 4 ചിത്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മലയാള സിനിമയിൽ. അതിൽ ഫസ്റ്റ് പടം ഓം ശാന്തി ഓശാന. അതിലെ നായിക എന്ന നസ്രിയ ഫഹദാണ് ഇപ്പം. അപ്പോൾ നസ്രിയ ഫഹദിനെ മറക്കില്ല. കാരണം നസ്രിയയിലൂടെയാണ് ആ സിനിമ മുന്നോട്ട് പോകുന്നത്. നസ്രിയ കാണുന്ന കാഴ്ചകൾ, നസ്രിയ ചിന്തിക്കുന്ന ചിന്തകൾ, അങ്ങനെ മുന്നോട്ട് പോകുന്ന സിനിമയാണ് ഓം ശാന്തി ഓശാന. നല്ല പടമുണ്ട്, നല്ല അടിപൊളി മധുരമുള്ള ഒരു സിനിമയാണത്. അത് 2014 പുറത്തിറങ്ങിയത്. അതിൻ്റെ തിരക്കഥാകൃത്ത് ആട് സംവിധാനം ചെയ്ത മിഥുൻ മാനുവൽ തോമസ് ആണ്. അപ്പം ജൂഡ് ആന്റണി ജോസഫ് ആദ്യമായിട്ട് ഒരുക്കിയ ചിത്രം നായികക്കായിരുന്നു പ്രാധാന്യം. അതിൽ നസ്രിയ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് ഡോക്ടർ പൂജ മാത്യു. ഡോക്ടർ ആവുന്നത് പിന്നെയാണ്, ആദ്യം പൂജ മാത്യു എന്നാണ്. അപ്പോൾ പൂജയുടെ ചിന്തകളും പൂജ കാണുന്ന സ്വപ്നങ്ങളും പൂജ കണ്ടെത്തുന്ന നായകനും അങ്ങനെ പോകുന്ന സിനിമയായിരുന്നു. നായികക്കായിരുന്നു പ്രാധാന്യം. രണ്ടാമത് ജൂഡ് ആന്റണി ഒരുക്കിയ ചിത്രമായിരുന്നു 2 വർഷത്തിന് ശേഷം പുറത്തു വന്ന ചിത്രം. 2016 റിലീസ് ചെയ്ത ചിത്രമാണ് ഒരു മുത്തശ്ശി ഗദ. ഇങ്ങനെ ചുമലിലേന്തി യുദ്ധം ചെയ്യണ ഗദ, ഒരു മുത്തശ്ശി ഗദ. ആ ചിത്രത്തിൽ രാജിനി ചാണ്ടിയാണ് കൊണ്ടുവന്നത്. പുതിയൊരു മുഖമായിട്ട് എത്തിച്ചത് രാജിനി ചാണ്ടിയാണ്. ബിഗ് ബോസിലൊക്കെ പോയിട്ടുള്ള രാജിനി ചാണ്ടിക്ക് ആ സിനിമയിൽ നല്ലൊരു മുത്തശ്ശിയുടേതായിട്ടുള്ള ഒരു കരുത്തുറ്റ കഥാപാത്രം കൊടുത്തു നമ്മുടെ ജൂഡ്. അപ്പോൾ ആ സിനിമയ്ക്കും നായിക പ്രാധാന്യം ഉണ്ടായി. രാജിനി ചാണ്ടിക്ക് ഒപ്പം തന്നെ സൂസമ്മ എന്ന കഥാപാത്രത്തിനെ ഭാഗ്യലക്ഷ്മിയും കൂടി അവതരിപ്പിച്ചു. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി അങ്ങനെ വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്ന സിനിമയാണ്. അപ്പോൾ 2 പേര്, രാജിനി ചാണ്ടിയും ഭാഗ്യലക്ഷ്മിയും കൂടി നായിക പ്രാധാന്യത്തെ മേന്മയോടുകൂടി അവതരിപ്പിച്ച ചിത്രമായിരുന്നു ഒരു മുത്തശ്ശി കഥ. രാജിനി ചാണ്ടി അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് ലീലാമ്മ എന്നാണ്. അപ്പൊ 2 പേരും. അപ്പൊ രണ്ടാമത്തെ ചിത്രം, ജൂഡ് ആന്റണിയുടെ രണ്ടാമത്തെ ചിത്രത്തിന് നായികക്കാണെന്ന് പ്രാധാന്യം. അതാണ് ജൂഡ് ആന്റണിയുടെ ഒരു മികവ് എന്ന് നമുക്ക് പറയാം. ഈ ഒരു മുത്തശ്ശി ഗദ എന്ന് പറഞ്ഞ ഈ ചിത്രത്തിന്റെ രചന ചെയ്തത് തന്നെ ജൂഡ് ആന്റണി ആണെങ്കിലും ഇതിന്റെ കഥയുടെ ത്രെഡ് കിട്ടിയത് നിവിൻ പോളിയിൽ നിന്നാണെന്ന് കേൾക്കുന്നു. അപ്പോൾ നമ്മുടെ ജൂഡ് ആന്റണി പിന്നീട് മൂന്നാമതായി ചെയ്ത ചിത്രമാണ് മൂന്നാമതായി ചെയ്ത ചിത്രമാണ് അന്നാബെന്നിനെ നായികയാക്കിക്കൊണ്ട്. ആ ചിത്രവും നായികക്കായിരുന്നു പ്രാധാന്യം. അന്നാബെൻ, ബെന്നി പി നായരമ്പലത്തിന്റെ മകളാണ് അന്നാബെൻ. കുമ്പളങ്ങി നൈറ്റ്സിലൊക്കെ നന്നായിട്ട് അഭിനയിച്ച കുട്ടിയാണ്. അപ്പൊ സാറാസ് എന്ന പുതിയ സിനിമയിൽ അങ്ങനെ മുഖം കാണിച്ചു നമ്മുടെ അന്നാബെൻ. ജൂഡ് ആന്റണി ഒരുക്കിയ 2021 കോവിഡ് കാലത്ത് വന്ന സിനിമയായിരുന്നു അത്. അതിൽ സാറ എന്ന കഥാപാത്രത്തെയാണ് അന്നാബെൻ ഒരുക്കിയത്. ആ സിനിമയിലും നായികക്കായിരുന്നു പ്രാധാന്യം. അപ്പൊ 3 സിനിമയായിട്ടപ്പ ജൂഡ് ആന്റണിയുടെ 3 ചിത്രങ്ങൾക്കും നായികക്കാണ് പ്രാധാന്യം, നായകനല്ല പ്രാധാന്യം. പിന്നീട് ജൂഡ് ആന്റണി 2018 എന്ന് പറഞ്ഞൊരു സിനിമ ഒരുക്കി. അഖിൽ പി ധർമ്മജൻ നല്ലൊരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിനെ തിരക്കഥാകൃത്താക്കി മാറ്റിക്കൊണ്ട് ജൂഡ് ആന്റണി ഒരുക്കിയ 2018 എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമയ്ക്ക് മൊത്തത്തിലൊരു മാറ്റം ഉണ്ടായി. കാരണം ആ സിനിമയുടെ കഥ മൊത്തം പറയുന്നത് നായികക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. നായകന് തന്നെയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് കാണിക്കുന്നത്. നായികക്ക് ചെറിയൊരു അംശമായിട്ട് കടന്നു വരുന്നത് നായിക തന്നെ ലാസ്റ്റ് ആ സിനിമയുടെ ഒരു ദുഃഖചിത്രമായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും നായകനാണ് ആ സിനിമ ഫുൾ പ്രാധാന്യം കൊടുത്തത്. ടൊവിനോ തോമസ് അഭിനയിച്ച 2018 നല്ലതുപോലെ കളക്ഷൻ റെക്കോർഡൊക്കെ നേടിയ ചിത്രമാണ്. 2018 പ്രളയത്തിനെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രമായിരുന്നെങ്കിലും 2018 നടന്ന പ്രളയത്തിനെ മൊത്തമായിട്ടൊന്നും കാണിക്കാൻ, അല്ലെ മൊത്തമായിട്ടുണ്ടായ 2018 പ്രളയത്തിലുണ്ടായ സംഭവങ്ങളെ ചിത്രീകരണത്തിൽ ആ സിനിമയിൽ ഉൾപ്പെടുത്തി കൊണ്ടുപോകാൻ ജൂഡ് ആന്റണിക്ക് സാധിച്ചില്ല എന്നൊരു വിമർശനം കൂടി ആ സിനിമ കേട്ടിരുന്നു. എങ്കിലും നല്ലതുപോലെ റെക്കോർഡ് കളക്ഷനൊക്കെ നേടിയൊരു ചിത്രം തന്നെയാണ് 2018. അപ്പൊ ജൂഡ് ആന്റണിയുടെ 4 സിനിമകൾ എടുത്തു നോക്കിയാൽ, ചെയ്തിട്ടുള്ള 4 സിനിമകൾ എടുത്തു നോക്കിയാൽ അതിൽ 3 ചിത്രങ്ങളും നായികക്കാണ് പ്രാധാന്യം. ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന, അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന, തുടങ്ങി വെക്കാൻ പോകുന്ന തുടക്കം എന്ന സിനിമ, അതിൽ മോഹൻലാലിന്റെ മകൾ നായികയായി മാറുന്നു. അതിൽ ആയോധന കലയൊക്കെ പഠിച്ച വിസ്മയയ്ക്ക് നല്ലതുപോലെ കരുത്തുറ്റ കഥാപാത്രം ചെയ്യാൻ സാധിക്കുമെന്നാണ് എല്ലാവരും വിശ്വാസം. കാരണം ആ സിനിമയുടെ ടൈറ്റിൽ തന്നെ എഴുതിയിരിക്കുന്നതിൽ തന്നെ ഇതുപോലെ ഇടി കാണിക്കുന്ന ഒരു സീനുണ്ട് ആ എഴുത്തിൽ. അപ്പം ഈ മുഷ്ടി ഇങ്ങനെ ചുരുട്ടി കാണിച്ചിട്ടുണ്ട്.
പിന്നെ അതുപോലെ തന്നെ തുടക്കം എന്ന് എഴുതുന്ന ആ അക്ഷരത്തിൽ ഡാ വരുന്നുണ്ട്. തൂ കഴിഞ്ഞിട്ട് ഡാ വരുന്നുണ്ട്. ആ ഡായിൽ ഇങ്ങനെ ഷിക് നമ്മളുടെ കൈ ഇങ്ങനെ ഷിക് നമ്മളുടെ നീട്ടിയ ഒരു ഇതുണ്ട്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം ഇതിൽ ഇടിയുണ്ട് പഞ്ചുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പൊ വിസ്മയ മോഹൻലാലിന് ഈ ചിത്രത്തിൽ നല്ലതുപോലെ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നായികക്ക് പൂർണ്ണമായ പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ജൂഡ് ആന്റണിയുടെ മനസ്സിൽ വിസ്മയെ കണ്ടതും വിസ്മയെ ഈ ചിത്രത്തിലേക്ക് വിളിച്ചു വരുത്തിയതും. അപ്പൊ ജൂഡ് ആന്റണി ജോസഫ് ഒരുക്കുന്ന തുടക്കം എന്ന ചിത്രത്തിലും നായികക്കാണ് പ്രാധാന്യം, നായകനല്ല. അപ്പൊ ജൂഡ് ആന്റണിയുടെ ഒരു വ്യത്യസ്തതയാണ് നായികക്ക് പ്രാധാന്യം കൊടുക്കുന്ന ചിത്രങ്ങൾ വെള്ളിത്തിരയിൽ എത്തിക്കുക എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നെപ്പോ കിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം മലയാള സിനിമയിൽ ഇങ്ങനെ കുറെ കാലമായിട്ട് ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വിമർശനം ഒരു ഭാഗത്ത് നടക്കുന്ന അതെന്തോ ആവട്ടെ. പക്ഷെ മോഹൻലാലിന്റെ മകൻ വന്നതിനേക്കായും ഒരു മികവ് ചിലപ്പോൾ ഈ നമ്മുടെ വിസ്മയ മോഹൻലാലിന് ഈ ചിത്രത്തിലൂടെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് കരുതുന്നു. മലയാളത്തിൽ എപ്പോഴും ഉള്ള സംഭവമാണ് മികച്ചൊരു നായികനെ നിലനിന്ന് കിട്ടാറില്ല. 1 or 2 സിനിമകൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നായിക പിന്നെ കാണില്ല, നായിക എങ്ങോട്ടോ പോയി കളയും. നിലനിൽക്കുന്ന ഒരു നായികയായിട്ട് നമുക്കൊക്കെ പറയാൻ പറ്റുന്നത് മഞ്ജു വാര്യരെ പറ്റും, ഉർവശീനെ പറ്റാറുണ്ട്. ഉർവശി പണ്ടും നായികയാണ്, ഇപ്പോഴും നായികയായിട്ട് നിലനിൽക്കാറുണ്ട്. പാർവതി തിരുവോത്ത് നല്ലതുപോലെ അഭിനയിച്ച് നായിക പ്രാധാന്യമുള്ള വേഷങ്ങളൊക്കെ ചെയ്തു വരുന്ന നല്ലൊരു നടിയാണെങ്കിൽ പാർവതി തിരുവോത്തിന് അത്രയേറെ ചിത്രങ്ങളൊന്നും ഇപ്പൊ കിട്ടാറില്ല. അപ്പൊ നല്ലൊരു നായിക മലയാളത്തിന്റെ സ്വന്തം എന്ന് പറയാവുന്ന, തറവാടിന്റെ സ്വന്തം എന്ന് പറയുന്ന ഒരു നായിക ഇല്ല നമുക്ക് സത്യം പറഞ്ഞു. പണ്ട് മുതൽക്ക് കാവ്യമാധവനും സംയുക്ത വർമ്മയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവരൊക്കെ വിവാഹം കഴിഞ്ഞതോടുകൂടി അവർ ആ ഫീൽഡ് വിട്ടുപോയി. പിന്നെ വേറെ അന്യഭാഷ നടികളൊക്കെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കണം. 1 or 2 പടങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ഇവിടുന്ന് പോകും. പിന്നെ പുതിയ പെൺകുട്ടികളെ കൊണ്ടുവരും, അവരെ കൊണ്ടുവന്ന് കുറച്ച് നിർത്തി കഴിഞ്ഞപ്പോൾ പിന്നെ അവരെയും കാണില്ല. അങ്ങനെയാണ് മലയാള സിനിമയുടെ ഒരു ഗതികേടാണ്. സ്ഥിരമായിട്ടൊരു നായിക ഉണ്ടാവില്ല. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ എനിക്ക് തോന്നണതേ ഈ മറ്റേ വിസ്മയ മോഹൻലാലിന്റെ മനസ്സിൽ എപ്പോഴും എഴുത്തും കാര്യങ്ങളൊക്കെയാണ്, എഴുത്തിനോടാണ് കമ്പവും. അപ്പൊ പുള്ളിക്കാരത്തി സിനിമയിലേക്ക് ആദ്യമേ തന്നെ വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ ആളുകൾ പടച്ചു വിട്ടുകൊണ്ടിരുന്ന കാലത്തും വളരെ സൗമ്യമായിട്ട് തന്നെ എഴുത്തും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പൊ പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഈ സിനിമയിൽ വിസ്മയക്ക് ചെയ്യാൻ പറ്റുന്നൊരു റോളായതുകൊണ്ടായിരിക്കും വിസ്മയ അതിന് ഒരു അംഗീകാരം കൊടുത്തത്, അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കാമെന്ന് ഉറപ്പ് പറഞ്ഞത് തന്നെ. പക്ഷെ ഇനി തുടക്കം എന്ന ചിത്രം കഴിഞ്ഞതിന് ശേഷം പിന്നെ എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ഓരോരുത്തർക്ക് വേറൊരു സംഭവം കൂടിയുണ്ട്. ഒരു സിനിമാ നടനായാലും നടിയായാലും അത് ഒരു സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ജനപിന്തുണയും അല്ലെങ്കിൽ ഇനി അടുത്ത വേഷം ചെയ്യാനുള്ള ഒരു അമ്പരപ്പായിട്ട് മനസ്സിൽ വരുന്ന ഒരു ആഗ്രഹമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിലനിൽക്കുമ്പോഴാണ് അടുത്തടുത്ത പടങ്ങളിലൂടെ അവർ മുന്നോട്ട് പോകാറ് സാധാരണ. അപ്പൊ ഇതൊരു മാറ്റമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി, ആന്റണി പെരുമ്പാവൂരിന്റെ മകനും കൂടി ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വാർത്തയും കൂടി ഇങ്ങനെ കറങ്ങി തിരിയുന്നുണ്ട്. അപ്പൊ പുതിയ പിള്ളേർ വരട്ടെ അല്ലേ, അന്ന് അടിപൊളിയായി മാറട്ടെ. അഭിനയിക്കാൻ കഴിവില്ലെങ്കിൽ മലയാളി പ്രേക്ഷകർ നല്ലതുപോലെ ട്രോളും, അത് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ ഇവര് സിനിമയെ മനസ്സിലിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളാണ്. ഇപ്പൊ ആന്റണി പെരുമ്പാവൂരൊക്കെ തന്നെ കണ്ടില്ലേ, എത്ര സിനിമകൾ പൊട്ടിയിട്ടും അദ്ദേഹം വീണ്ടും ലാലേട്ടനെ വെച്ച് ചിത്രങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മനസ്സിൽ നിറയെ സിനിമയാണ് ഇവരുടെ, ഊണിലും ഉറക്കത്തിലും സിനിമയാണ്. അപ്പൊ ഇവരുടെ മക്കളത് ചുമ്മാതൊന്നും അഭിനയിച്ച് കുളമാക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.